സുരേഷ് എന്നൊരു വ്യക്തിയെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ തീരുമാനിച്ചു, നമ്മളിൽ ഒരാളെ നിർത്തി വിജയിപ്പിക്കണം. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം അവിടെ വെട്ടുന്ന ഒരു പൊതുപ്രവർത്തനം തന്നെയാണ്. എനിക്ക് 25 വർഷമായിട്ട് അറിയാം. എനിക്ക് ഒരുപാട് സഹായങ്ങൾ മലമേഖലയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് സുരേഷനാണ്. നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഒരുപാട് സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള നല്ല മുൻപരിചയമുണ്ട്. കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞുള്ള ലോഡിങ് ഇതിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അതിൻ്റെ വരുമാനം സ്ഥിരമായിട്ട് കിട്ടുന്നതാണ് ഈ ലോഡൊക്കെ ഉള്ള. നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിലാണ്. അഗസ്ത്യവനം ബയോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഈ ഒരു വനമേഖലയ്ക്കുള്ളിൽ കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്, പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അങ്ങനെ 3 വനമേഖലകൾ ചേർന്നാണ് അഗസ്ത്യവനം ബയോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഈ അഗസ്ത്യവനത്തിനുള്ളിൽ ഏകദേശം 28ഓളം ആദിവാസി സെറ്റിൽമെൻറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ 26 സെറ്റിൽമെൻറ്റുകളിലും ആളുതാമസമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാണി സമുദായത്തിൽപ്പെട്ട ആദിവാസി വിഭാഗക്കാരാണ് ഈ അഗസ്ത്യവനത്തിനുള്ളിൽ താമസിച്ചു വരുന്നത്. ഈ അഗസ്ത്യവനത്തിനുള്ളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരുടെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിവിധ തരത്തിലുള്ള കഴിവുകളുള്ള അനേകം ആൾക്കാർ ഈ ആദിവാസി സമൂഹത്തിനുള്ളിലുണ്ട്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ഈ അഗസ്ത്യവനത്തിനുള്ളിലെ ഒരു ആദിവാസി യുവാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സാമൂഹ്യ സേവനത്തിനുള്ള നല്ലൊരു മനസ്സിനുടമയായ ഒരാളെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വർഷത്തോളം ഈ ആദിവാസി മേഖലയിൽ സേവാഭാരതിയായിട്ട് ബന്ധപ്പെട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. സേവാഭാരതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ വർഷങ്ങളോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ ഒരു സന്നദ്ധ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള അഗസ്ത്യവനത്തിനുള്ളിലെ വ്ളാവിള ഉന്നതിയിൽ, ക്ഷമിക്കണം, ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു സെറ്റിൽമെൻ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സെറ്റിൽമെൻ്റ് എന്ന് പറയാൻ പാടില്ല, എന്നാലും ആ പറഞ്ഞതിൽ ക്ഷമിക്കുക. വ്ളാവിള ഉന്നതിയിൽ താമസിക്കുന്ന പൊത്തോടുകാരനാണ് ഇപ്പോൾ വ്ളാവിള ഉന്നതിയിൽ താമസിക്കുന്ന സുരേഷ് എന്നൊരു വ്യക്തിയെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വ്ളാവിള ഉന്നതിയിലാണ് സുരേഷിൻ്റെ വീട്. ഞാനിന്ന് സുരേഷിനെ കാണുന്നത് മാങ്കോടിനടുത്ത് ഗണപതി കളത്തിന് മുന്നിൽ വെച്ചാണ്. വനത്തിനുള്ളിലേക്ക് ആര് കടന്നു വന്നാലും ഇവിടെ ഒരു തൊഴുത് ദക്ഷിണ വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈ വീഡിയോ ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഓ സുരേഷേ, വാ. നമസ്കാരം. നമസ്കാരം. ഇതാണ് ഞാൻ പരിചയപ്പെടുത്തിയ സുരേഷ്. ഇനി ബാക്കി സുരേഷ് എന്നെ പറയട്ടെ. നമസ്കാരം. എൻ്റെ പേര് MR സുരേഷ് എന്നാണ്. ഞാൻ വ്ളാവിള കാണിപ്പറ്റിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ വനത്തിനകത്ത് തന്നെ താമസിച്ച് നമ്മൾ പാരമ്പര്യമായിട്ട് വരുന്ന ഒരാളാണ്. എന്താണ് ജോലി? ഞാൻ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പൊതുമേഖലയിൽ പൊതുപ്രവർത്തനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സൈലൻ്റ് ആയിക്കൊണ്ട് വനത്തിനകത്ത് കുറേ ആൾക്കാരിനെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അത് പരസ്യപ്പെടുത്താൻ താല്പര്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനായിട്ട് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് പരസ്യപ്പെടുത്താതെ മറ്റ് ആൾക്കാരിന് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിൽ 27 കാണി സെറ്റിൽമെൻറ്റാണുള്ളത്. അതിൽ 3 നമ്മളെ നാട്ടിൻപുറത്ത് ആയിട്ടും 4 നാട്ടിൻപുറത്തായിട്ട് ബാക്കിയുള്ള ഒരു 24 സെറ്റിൽമെൻറ്റുകൾ കോട്ടൂർ വനത്തിനകത്താണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ കോട്ടൂരിൽ നിന്ന് തന്നെ ഒരു 21 കിലോമീറ്ററാണ് നമ്മളെ പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റ്. അവിടെ ഒരു 19 കിലോമീറ്റർ അണകാലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ നമ്മളെ ഈ എറുമ്പിയാട് പ്ലാത്ത് സെറ്റിൽമെൻറ്റൊക്കെ ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ആമല ഏകദേശം ഒരു 22-24 കിലോമീറ്ററാണ് ആമല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതെല്ലാം വനത്തിൻ്റെ ഒരുപാട് ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നിത്യേന അന്നന്ന് ഇപ്പോഴേ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ പണിക്ക് പോകുന്നുണ്ട്. അല്ലാത്ത ആൾക്കാരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായിട്ടുള്ള ഇതുമാണ്. ഇവിടെ നമ്മളെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുമ്പോഴത്തേന് വനവിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് കാട്ടിൽ പോയിട്ട് തേന്, കുന്തിരിക്കം,
പിന്നെ അതുപോലുള്ള നെല്ലിക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് കോട്ടൂർ കച്ചവട ലേലച്ചന്ത പണ്ട് കാലങ്ങളിൽ ലേലച്ചന്ത ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേലച്ചന്ത ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കടകളിൽ കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടുള്ള കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇവിടെ നമ്മളെ മനസ്സിനകത്തുള്ളത്. ഗവൺമെൻറ് ജോലിയായിട്ടുള്ളവർ 1-2 ആൾക്കാർ മാത്രമേ നമ്മളെ മനസ്സിനകത്തുള്ളൂ. മറ്റെല്ലാ ആൾക്കാർക്ക് ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പോഴേ ഈ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിന് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടും ജീവിക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഏകദേശം നമ്മളെ ഇവിടെ തന്നെ ഒരു 400-500 കുടുംബത്തോളം നമ്മളെ വനത്തിനകത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അതിൽ അടകാൽ കുന്നത്തേര് മുതലുള്ള കുട്ടികൾ ഗോത്രസാരഥിയുടെ വാഹനങ്ങളിൽ കോട്ടൂർ പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. കാരണം ഇപ്പോഴ് നമ്മളെ പൊത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ ഒരു 4ാം തരം വരെയുള്ള ക്ലാസ് നടന്നുകൊണ്ടിരുന്ന് ഇപ്പോഴീ ഗോത്രസാരഥിയുടെ ഇത് ആയത് കാരണം ഇപ്പോൾ അവിടെ കുട്ടികളില്ലാതെയായി. എല്ലാ കുട്ടികളും നമ്മളെ കോട്ടൂർ, ഉത്തരംകോട് ഒക്കെ ആരിനാടൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് നമ്മളെ വനത്തിനകത്തുള്ളത്. അപ്പോൾ സുരേഷിനെ നിങ്ങൾ പരിചയപ്പെട്ട് കാണും. ഈ ഒരു അവസരത്തിൽ സുരേഷിനെ പരിചയപ്പെടുത്താൻ കാരണം നിലവിൽ പഞ്ചായത്ത് ഇലക്ഷൻ സംജാതമായിരിക്കുകയാണ്. അഗസ്ത്യവനത്തിനുള്ളിലെ ചോനമ്പാറ വാർഡിൽ നിന്ന് സുരേഷ് മത്സരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ വനത്തിനുള്ളിൽ വന്നത്. ഇനി ഇവരുടെ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം വഴി നമുക്ക് കണ്ടു മനസ്സിലാക്കാം. സേവാഭാരതി എന്ന സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകനായി 1995 മുതൽ 97 വരെ പത്തനംതിട്ട റാന്നിയിലും 1997 മുതൽ 2000 വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവർത്തിച്ചു. 2002 മുതൽ സത്യസായി സേവാ സമിതിയിൽ ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന സുരേഷ് തിരുവനന്തപുരം മേഖലയിലെ അമ്പൂരി, കുറ്റിച്ചൽ, വിതുര എന്നീ 3 പഞ്ചായത്തുകളിലെ വനമേഖലയിലെ ചുമതല വഹിച്ചു വരുന്നു. 1951 ആരംഭിച്ച ആദിവാസി ഗിരിവർഗ കാണിക്കാർ കർഷക സമുദായ സംഘം എന്ന സംഘടനയിൽ 2021 മുതൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. അഗസ്ത്യകൂടം കാണിക്കാർ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി 9 വർഷത്തോളം പ്രവർത്തിച്ചു. എൻ്റെ പേര് ശോഭ. ഞാൻ താമസിക്കുന്നത് മാങ്കോട് ഊരിലാണ് താമസിക്കുന്നത്. പ്ലാവിള സുരേഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എത്ര കാലം കൊണ്ട് അറിയാം? എത്ര കാലം കൊണ്ട് എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ എനിക്കറിയാമെന്നുള്ളതാണ് സുരേഷ് അണ്ണനെ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൊട്ട് നമ്മൾ നല്ലൊരു ഫ്രണ്ട്സും, എന്താണെന്ന് വെച്ചിരുന്നാലും നമ്മൾ ചോദിക്കുന്നതിന് മറുപടിയും നമുക്കറിയാമെന്നുള്ള കാര്യം പറഞ്ഞു തരാനും എല്ലാത്തിനും നല്ലൊരു വ്യക്തിയും കൂടെയാണ്. സേവാഭാരതിയിൽ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് ആമല ആണ് എൻ്റെ വീട്. അവിടെ വെച്ച് പിന്നെ ആ സേവാഭാരതിയുടെ ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനും ഞാൻ ജനിച്ചു വന്ന കാലം തൊട്ടേ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു വ്യക്തിയും കൂടെയാണ്. സുരേഷ്, നിങ്ങളുടെ ഉന്നതിയിലെ ആൾക്കാർക്ക് വേണ്ടിയോ കാണി സമുദായത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? സേവാഭാരതിയിൽ നിന്ന സമയത്തിന് നമ്മൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലുമല്ല, എന്ത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിരുന്നാലും അവർ നല്ല കാര്യം പറഞ്ഞു തരാനും, നമുക്കൊരാവശ്യം പറഞ്ഞാലും പോയി വരാനും എല്ലാത്തിനും സഹായിക്കുന്നതും എല്ലാം ഒരു നല്ലൊരു വ്യക്തിയും കൂടെയാണ് സുരേഷ്. രാഷ്ട്രീയത്തിലുപരി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. ഈ സുരേഷ് ഇവിടെ വിജയിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ എന്താണ് കാരണം? അണ്ണന് നിൽക്കാമായിരുന്നുവെങ്കിൽ ഇതിന് മുന്നേ അണ്ണന് ഇലക്ഷൻ വർക്കിന് നിൽക്കാമായിരുന്നു. കുറ്റിച്ച പഞ്ചായത്തിൽ ഇതിന് മുന്നേ നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഓരോ പാർട്ടികളും ഭരിച്ച് പോയിട്ടും നമുക്ക് ആവശ്യങ്ങൾ ഒന്നും ഉന്നയിച്ച് വരുന്നില്ല. അപ്പം നമ്മൾ തീരുമാനിച്ചു, നമ്മളിൽ ഒരാളെ നിർത്തി നമുക്ക് നമ്മളേതായ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർത്തണം, വിജയിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം അനുസരിച്ചാണ് അവർ നിൽക്കുന്നതും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടും ഉണ്ട്. ആദിവാസി മഹാസഭ AMS എന്ന സംഘടനയിൽ 7 വർഷത്തോളം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സുരേഷ് കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ചുമതലകൾ ലഭിക്കാൻ വേണ്ടി തൻ്റെ സ്ഥാനം സ്വയം ഒഴിയുകയായിരുന്നു. വഹിച്ചിരുന്ന ചുമതലകൾ എല്ലാം ഭംഗിയായി നിർവഹിച്ച് ആദിവാസി മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി MR സുരേഷ് എന്ന ആദിവാസി യുവാവ്, യുവ നേതാവ് എന്ന പേര് പോലും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥ സേവനം ഇന്നും തുടർന്നു വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതോട് ഉന്നതിയിലാണ്. നമ്മുടെ മോഹന. മോഹന, നമസ്കാരം. സുരേഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എത്ര നാളുകൊണ്ട് സുരേഷിനെ അറിയാം? എനിക്ക് കുറച്ച് നാൾ പോലെ അറിയാം. നല്ല സേവാഭാരതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളുമായിട്ടൊക്കെ നല്ല പരിചയമുണ്ട്. ഞാനും സംഘമായിട്ട് പോകുന്ന സമയത്തൊക്കെ പുള്ളി
ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നല്ലൊരു പൊതുപ്രവർത്തകനാണ്. പുള്ളി ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളിന്ന് പല പ്രാവശ്യം പല ആൾക്കാരും ചോദിക്കുന്നത് സേവാഭാരതി എന്നാണ് പറയുന്നത്. ഈ സേവാഭാരതിയിൽ മാത്രമുള്ള പ്രവർത്തനമുള്ളോ അത് മറ്റെന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? ഇപ്പോൾ നല്ലൊരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ, സേവാഭാരതിക്ക് ഉപരി മറ്റു പൊതുപ്രവർത്തന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കാര്യങ്ങളിലും പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിലെല്ലാം അവിടെ വിട്ടുന്ന ഒരു പൊതുപ്രവർത്തനം തന്നെയാണ്. സേവാഭാരതി എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് നേരത്തെ ഞാൻ കൊച്ചുനാൾ മുതൽ അറിയാമെന്നുള്ളത് അങ്ങനെയാണ്. അതിനുശേഷം ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും പൊതുവായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അതിപ്പോൾ ഇന്ന വിഷയമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. നാട്ടിൽ നടക്കുന്ന ഏത് വിഷയം വന്നാലും പുള്ളി അതിൻ്റെ മുന്നിലുണ്ടാവും. എല്ലാ കാര്യങ്ങളും നാട്ടുകാരുമായിട്ട് എല്ലാ രീതിയും സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നൊരു പൊതുപ്രവർത്തനം തന്നെയാണ്. ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എല്ലാ ശ്രമവും ഞാനും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സുരേഷ്, കൈതോട് ഉന്നതിയിലെ മോഹനം പറഞ്ഞത് കേട്ടല്ലോ. കേട്ടു. സുരേഷ് ജയിച്ചു വന്നാൽ ഈ ഉന്നതിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആറിൻ്റെ ഈ വലത് ഭാഗത്താണ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ആറ്റിൽ നിന്ന് അവരെ വീട്ടിലോട്ട് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആറ്റിൽ വെള്ളമുള്ള സമയത്ത് ആറ്റിൽ ശരിക്കും വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് 2 പാലത്തിന് സമമായിട്ടുള്ള ചപ്പാത്ത് പണി ചെയ്യാൻ മാത്രമേ അവർക്ക് വീട്ടിലെത്താൻ കഴിയുള്ളൂ. അതിവിടെ താഴെയും മേളിലുമായിട്ട് 2 സ്ഥലമുണ്ട്. പിന്നെ രണ്ടാമെന്ന് പറയുമ്പോൾ പണി തീരാത്ത വീടുകൾ, മെയിൻ്റനൻസ് ഉള്ള 10 വർഷം കഴിഞ്ഞ വീടുകൾ, ഒരുപാട് വീടുകൾ കിടപ്പുണ്ട്. പിന്നെ കക്കൂസില്ലാത്ത വീടുകൾ. പക്ഷെ ഞാൻ നമ്മളെ ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ശാശ്വതമായിട്ട് ഇവർക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള പാലവും കക്കൂസില്ലാത്ത ഒരു വീടുകൾ പോലും കാണില്ല. കാരണം മെയിൻ്റനൻസ് അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എൻ്റെ പേര് ഗീത. ഞാൻ അണകാൽ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്നതാണ്. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ആദ്യം വീട്ടമ്മയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആശാ വർക്കറായിട്ട് കുറ്റിച്ചൽ പരുത്തിപ്പള്ളി ആശുപത്രിയിലെ ആശാ വർക്കറാണ്. സുരേഷ് എന്ന വ്യക്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അറിയാവോ? ചേട്ടനെ കുറിച്ച് എനിക്ക് 25 വർഷമായിട്ട് അറിയാം. കാരണം എൻ്റെ നാട് അമ്പൂരിയാണ്. അവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. സുരേഷ് ഈ നാട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം സുരേഷ് അണ്ണൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സേവാഭാരതിയിൽ തന്നെ അണ്ണൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് പറഞ്ഞത്. മണ്ണന്തല സത്യസായി സംഘടന സമിതിക്കാർ ഞങ്ങളിവിടെ പ്ലാവള സമിതിയായിട്ട് വന്നപ്പോഴത്തേനും അന്ന് തൊട്ടേ അണ്ണൻ നന്നായിട്ട് നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് സംഘടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇലക്ഷനിൽ നിന്ന് സുരേഷ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനെന്താണ് കാരണം? ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് സുരേഷ് അണ്ണ എൽസലിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് എന്താന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് അണ്ണൻ എൽസലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും. കാരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളൊക്കെ മക്കൾ വളർത്തിയ സമയത്തിനാണെങ്കിൽ ഞങ്ങളുടെ മക്കളെ വീട്ടിൽ നിർത്തിയാണ് അല്ല ഞങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങളെ സ്നേഹവും ലാളനെയും കിട്ടിയല്ല അവർ ഇത്രയും വളർന്നത്. കാരണം ഹോസ്റ്റലുകളിലും അവിടെ ഇവിടെ നിർത്തിയാണ് ഞങ്ങൾ ഇതേപോലെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഇത് ഇത്രമേലും ആക്കിയത്. ഇപ്പോഴും തന്നെ ഞങ്ങൾക്ക് റോഡിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് അത്ര സൗകര്യങ്ങളൊന്നും അല്ല. ഇപ്പം തന്നെ അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് ഓരോ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂൾ വണ്ടിയിൽ വിടുമ്പോഴത്തേനും രക്ഷകർത്താക്കൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് കാണുന്ന എനിക്കത് വളരെ സങ്കടമാണ്. കാരണം ഞങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് കോട്ടൂരൊക്കെ വരുന്നത് ഈ സ്കൂൾ വണ്ടി കൂടെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോഴത്തേനും ആ സ്കൂൾ വണ്ടി കൂടെ വരുന്നത് വെറും പൊടി പിള്ളേരാണ്. വണ്ടി അങ്ങ് ചാഞ്ഞും ഇങ്ങ് ചാഞ്ഞും വരുമ്പോഴത്തേനും പക്ഷേ രക്ഷകർത്താക്കളെ കഴിഞ്ഞും ഞങ്ങളുടെ മനസ്സിലാണ് അത്രയേറെ ആദി കയറുന്നത്. അപ്പം അതിൻ്റെ ഇതെല്ലാം മാറണം. എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ മാങ്കൂർ സെറ്റിൽമെൻറ്റിലാണ് താമസം.
1981 സേവാഭാരതിയുടെ പിന്നെ സ്കൂൾ തുടങ്ങിയത്. അന്ന് മുതൽ ഞങ്ങളിവിടെ വിദ്യാർത്ഥികളായിട്ട് പഠിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് സുരേഷനെ അറിയാം. അപ്പോൾ നല്ലൊരു പിന്നെ സമൂഹ പ്രവർത്തനമാണ്. അപ്പോൾ അതുപോലെ സായിബാബയുടെ പരിപാടിയിലും എനിക്ക് ഒരുപാട് സഹായങ്ങൾ മലമേഖലയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് സുരേഷനാണ്. അപ്പോൾ അങ്ങനെ ഇത് സമൂഹത്തിനകത്ത് അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരന് പരമാവധി സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിത്തിരിച്ചത്. നമുക്ക് കിട്ടിയ വീട് തന്നെ. ഇതിനെന്ത് പറ്റി? ഇത് 2007 കിട്ടിയ വീട്. മെയിൻ്റെനൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഇനി കയറി ഇറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ല. മെയിൻ്റെനൻസ് പോലും കിട്ടിയില്ല. ഇപ്പോഴും എൻ്റെ ഉദ്ദേശം ഒരു 18 വർഷം പോലെ അടുപ്പിച്ചാവണം ഈ വീട് വെച്ചിട്ട്. അത് 7 കിട്ടിയ വീടാണ്. 8ലും 9ലും പണി പൂർത്തിയാക്കി. 1 ലക്ഷം രൂപയുടെ അന്ന് 1 ലക്ഷം രൂപയുടെ ഫണ്ടേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിനുശേഷം ഇനിയിപ്പോൾ കഴിഞ്ഞ മാസം വരെ ഞാൻ ഗ്രാമസഭയുടെ കുറച്ച് പേപ്പറുമായിട്ടൊക്കെ പോയിട്ട് അങ്ങനെ വരാണ്. ഇന്ന് ദിവസം പിൻവലിച്ചിരിക്കുകയാണ്. ഇന്നും കൂടെ ഉള്ളു. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞത്. സുരേഷ് ജയിച്ച് വന്നാൽ ഇത് ഏറ്റവും ആദ്യം പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ? പരിഹരിക്കാൻ പറ്റും. ഞാൻ പിന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ ചോനമ്പാറ വാർഡിൽ വന്നു കഴിഞ്ഞാൽ കാരണം ഇതേപോലുള്ള സംഭവങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് ഇപ്പോഴും ഞാൻ മെമ്പറായിട്ട് ഇറങ്ങാൻ തന്നെ കാരണം. ഒരുപാട് കാര്യങ്ങൾ, കക്കൂസ്, പണിതീരാത്ത വീടുകൾ, കെട്ടിയിട്ട് കിടക്കുന്ന വീടുകൾ തന്നെ പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്നത്. അപ്പം ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ 7ാം വാർഡിൽ ഇതുപോലുള്ള കാര്യങ്ങളെ ഏറ്റവും മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് രീതിയിൽ അവരോട് സപ്പോർട്ടായിട്ട് ഈ സമയത്ത് ഞാൻ അവരോട് ഉണ്ടാകും. സുനിൽകുമാർ കാണി എം. ഞാൻ പുത്തോട് സെറ്റിൽമെൻറ്റാണ് താമസിക്കുന്നത്. സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഒരുപാട് സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള നല്ല മുൻപരിചയമുണ്ട്. അത്യാവശ്യ വിദ്യാഭ്യാസമുണ്ട്. എനിക്കറിയാവുന്ന കാലം മുതൽ തന്നെ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി എല്ലാ സെറ്റിൽമെൻറ്റുകളിലും സത്യസായി സമിതിയുടെ കൂടെ ആയിരുന്നാലും സേവാഭാരതിയുടെ കൂടെ ആയിരുന്നാലും അതുപോലെ കാണിക്കാർ സംഘം അതുപോലുള്ള പൊതുമേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ആൾക്കാരിന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ പുള്ളിയുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിയാണ്. അതിൽ മറ്റൊരഭിപ്രായം പറയാൻ എനിക്കോ നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാരിനോ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ സുരേഷിനെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞു. സുരേഷിനോട് മാത്രമല്ല, സുരേഷ് അറിയാതെയും അറിഞ്ഞും പലരോടും നമ്മൾ അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞ അഭിപ്രായമെല്ലാം സ്റ്റോറി വരുമ്പോൾ സുരേഷ് കാണുക. ഒറ്റ കാര്യം ചോദിക്കുന്നത്, സുരേഷ് ഇവിടെ ഇലക്ഷനിൽ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് വന്നാൽ സുരേഷ് ഈ നാടിന് വേണ്ടി സുരേഷിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു കാര്യം കൂടെ പറയുന്ന കാര്യം റെക്കോർഡാണ്, പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അത് വ്യക്തമായിട്ട് പറയുക. അത് പാലിക്കാൻ കഴിയുന്ന വാക്കുകൾ ഇവിടെ നോക്കി പറയുക. പഞ്ചായത്തിലെ ചോനമ്പാറ 7ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ജയിച്ചു വന്നാൽ നമുക്ക് വനമേഖലയിൽ പണിതീരാത്ത പുതിയ വീടുകൾ കൊടുക്കാനുമുണ്ട്. പണിതീരാത്ത വീടുകൾ ഏകദേശം 80-90 വീടിനടുപ്പിച്ചുള്ള വീടുകളുണ്ട്. കക്കൂസും അതുപോലെ തന്നെ 100-നടുപ്പിച്ചുള്ള കക്കൂസില്ലാത്ത വീടുകളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. അതുപോലെ പിന്നെ കുടിവെള്ളവും നമ്മൾ വേണ്ട സമയമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരിന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെ വനമേഖലയിൽ ഉള്ള ആൾക്കാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവായിട്ടുള്ളൊരു തൊഴിൽ സംരംഭം. കാരണം ഈ തൊഴിൽ ചെയ്യാൻ, കാരണം ഇപ്പോഴത്തെ തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഈ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മേഖലയിൽ എന്നും താഴോട്ട് നിൽക്കാൻ കാരണം. അപ്പോൾ ഇത് ഒരു പൊതുവായിട്ടുള്ള തൊഴിൽ സംരംഭം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ഫാമോ എന്തെങ്കിലും, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കുറേ എണ്ണത്തിന് ജോലിയായി, അതുകൊണ്ട് പിന്നെ ആൾക്കാരിന് വരുമാനമായി, അങ്ങനെ നമ്മൾ ആൾക്കാരിന് ജീവിക്കാൻ പറ്റും. പിന്നെ നമ്മളെ കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞുള്ള ലോഡിങ്, കാരണം നമുക്ക് വനത്തിനകത്ത് ഇഷ്ടംപോലെ റബ്ബറുണ്ട്. ഈ റബ്ബറുകളെല്ലാം മുറിച്ച് പുറത്തുള്ള, കാരണം നമ്മളിതിനകത്ത് ലോഡിങ് ആൾക്കാരില്ലാത്തതുകൊണ്ട് അവരെ ഒന്ന് കൊണ്ടുവരുന്നു. പക്ഷേ അതിന് ഞാൻ വരുന്ന സമയത്ത് ഇതിലെ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അതിൻ്റെ വരുമാനം സ്ഥിരമായിട്ട് കിട്ടുന്നതാണ് ഈ ലോഡൊക്കെ ഉള്ള സമയത്ത്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരിന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നതിന്
പെൻഷൻ സംബന്ധമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ വിവിധ പദ്ധതികളുണ്ട്. അതെല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും. അപ്പോൾ അഗസ്ത്യ വനത്തിനുള്ളിൽ MR സുരേഷ് എന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ അനേകം ആൾക്കാർ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഉണ്ട്. ഇത്തരത്തിലുള്ള മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സുരേഷ് കാണാം.